ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ധന്യാസ് ഡയറി. ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ ചിക്കൻ കറിയാണ്. നമുക്ക് വളരെ രുചികരമായിട്ട് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയ ഒരു ചിക്കൻ കറിയാണ്. ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ പീസാക്കുമ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ് ചേർക്കുന്നത്, പൊടിയല്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉപ്പിൻ്റെ അളവ് ശ്രദ്ധിക്കുക. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർക്കുകയാണെങ്കിൽ പിന്നെ അതിനനുസരിച്ച് ചേർത്താൽ മതി. ചിക്കൻ കുറച്ചുകൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈമിൻ്റെ ജ്യൂസ് ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ് അടച്ച് വയ്ക്കാം. അപ്പോൾ ചിക്കനിലേക്ക് മസാലകളൊക്കെ ചേരും. ഇത്രയും മസാലയൊക്കെ ചേർക്കുന്നത് 1.5 കിലോ ചിക്കൻ ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ ചിക്കൻ്റെ അളവിനനുസരിച്ച് മസാലകൾ ചേർക്കുക. ഇനി ഉള്ളിയൊക്കെ വഴറ്റാം. അതിനായിട്ട് അടുപ്പ് കത്തിച്ചിട്ട് ഇതിലേക്ക് ഒരു ഉരുളി വയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം വയ്ക്കാം. ഞാനിത് ചിക്കൻ കുക്ക് ചെയ്യാനായിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റാണ്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 10 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ചെറുതായി അരിഞ്ഞത് ഈ എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിന് ശേഷം നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഞാനിവിടെ ഒരു 3 ചെറിയ സവാള ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഉള്ളി നല്ലതായിട്ടൊന്ന് വാടി വരും. അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒന്ന് വാട്ടിയെടുക്കാം. സവാള ഉള്ളി ഒന്ന് വാടി ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേവാനായിട്ട് അടച്ച് വെച്ച് ചെറിയ തീയിലൊന്ന് വേവിക്കാം. ഇപ്പം ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളമൊന്ന് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തക്കാളിയും കൂടെ ചേർത്തതിന് ശേഷം ഇനി നന്നായിട്ട് ചെറിയ തീയിൽ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം. നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേരുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഇനി നമുക്ക് മസാല ചേർത്ത് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ വേണം. ചെറിയ തീയിൽ വെച്ചിൽ കരിഞ്ഞു പോവും. ചിക്കനെല്ലാം ഈ നമ്മൾ റോസ്റ്റ് ചെയ്ത മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് ചേരണം. അതേപോലെ തന്നെ ചിക്കനകത്തുള്ള മസാലയും പച്ചമണം ഒന്ന് മാറേണ്ടതായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിക്കാം. ചിക്കൻ വേവാൻ അധിക സമയമൊന്നും എടുക്കത്തില്ല. 20 മിനിറ്റ് കൊണ്ട് നമുക്ക് വേവിക്കാം. ആദ്യമേ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിച്ചെന്നിരിക്കും. ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. വീണ്ടും 10 മിനിറ്റിന് ശേഷം നമുക്ക് ഓരോരോ ചിക്കൻ്റെ അനുസരിച്ച് ചിക്കൻ്റെ വേവ് വ്യത്യാസം വരും. അപ്പോൾ അത് തുറന്ന് നോക്കാം. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. വേവും തോറും നമ്മളുടെ ചിക്കനിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ ഒരുപാട് ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. അല്ലെങ്കിൽ ചെറുതായിട്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്നാണ്. ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. ഇതൊരു 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഒരുപാട് സ്നേഹത്തോടെ ധന്യ ഫ്രം ധന്യാസ് ഡയറി. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.